ഗൈസ് നമ്മൾ നന്ദൂട്ടനെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി എന്താണെന്നറിയാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്തെന്ന് വെച്ചാൽ, ഇടയ്ക്ക് നിങ്ങൾക്കറിയാലോ നന്ദൂട്ടനെ നമ്മൾ അംഗൻവാടിയിൽ വിടുന്നതും പിന്നെ ട്യൂഷൻ പഠിക്കാൻ വിടുന്നതും ഒന്നിലും ഇവിടെ നിലച്ച് നിൽക്കുന്നില്ല. കാര്യം ഒരാഴ്ച പോവും, അത് കഴിഞ്ഞിട്ട് വീണ്ടും അമ്മ മതി, അമ്മ എന്നെ വിടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ തൊഴുക. അന്നേരം നമുക്ക് തന്നെ പാവം തോന്നിയിട്ട് നമ്മൾ തന്നെ വീട്ടിലിരുന്ന് അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മളിതാ വീണ്ടും അംഗൻവാടിയിലോട്ട് വിടാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് മുതൽ കൊണ്ടുവിടാമെന്ന് വിചാരിക്കുക. ആൾ ഓക്കെയാണ്, ഞാൻ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് അംഗൻവാടിയിൽ പോകുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുമോ, ഇത്ര ഒരു ഗ്യാപ്പിന് ശേഷമാണ് പോകുന്നത്. അപ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എൻ്റെ ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. നോക്കൂ, നല്ലതായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഉറങ്ങട്ടെ, സമയമാകുമ്പോൾ നമുക്ക് എഴുന്നേൽപ്പിക്കാം. പിന്നെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്ത് പിന്നെ അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാം. നന്ദു ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. താഴെ ഇവിടെ മീനൊക്കെ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുവരും കേട്ടോ. അപ്പം മീനിൻ്റെ വണ്ടി വരുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, മോനെ ഓടിപ്പോ, അങ്കിളിനോട് നിൽക്കാൻ പറയണം, അമ്മ പൈസ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഉറക്കം എഴുന്നേറ്റ് ചാടി, അമ്മേ ഞാൻ എന്താ ഓടിപ്പോവാന്ന് പറഞ്ഞു ഓടിയാ പോയിട്ടുണ്ട്. ഞാനിവിടെ ചേട്ടന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് ദോശയും ചട്നിയും ആയിരുന്നു, ചമ്മന്തിയും. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് നിൽക്കുക. ഇനിയിപ്പം മീൻ മേടിക്കാൻ പോവാം. മീനൊക്കെ മേടിച്ച് അതൊക്കെ പോ. എന്തോ സോമ്പി നടക്കുന്ന പോലെ നടക്കുന്നേ. സോംബിയാണോ അവിടെ? എന്താ പിന്നെ എവിടെ പോവാ? പഠിക്കാൻ പോവാന്നോ? മിടിക്ക് മോളായിട്ടിരിക്കോ? മിടിക്ക് മോളായിട്ടിരിക്കോ? പോമിഷാണോ? എനിക്ക് മുട്ടായി വാങ്ങിത്തരും. നല്ല കുട്ടായി. അതെ, ഫ്രണ്ട്സിനെയും കിട്ടും. സ്നേഹസ് ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കും. ഇതാണ് നമ്മുടെ നന്ദപ്പൻ്റെ സ്ലേറ്റ്. പിന്നെ ചെറിയൊരു ബുക്കും മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്ലേറ്റിലോ ബുക്കിലോ പഠിപ്പിക്കട്ടെ. സ്നാക്സൊക്കെ വെക്കാം. അത് കഴിഞ്ഞ് പൗച്ചിനകത്ത് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വെക്കാം. പൗച്ചിനകത്ത് എന്നും പെൻസില്, ഇതിപ്പോൾ 3-4 കവറത്തെ പെൻസിലാണ്. ഡെയിലി പെൻസിൽ മേടിക്കുക, കളയുക, വെട്ടി തീർക്കുക, അങ്ങനത്തെയൊക്കെ കുഴപ്പമുള്ള ആളാട്ടോ. ഒരു പെൻസിൽ അമ്മ ഇന്ന് വെച്ചിരുന്നുള്ളൂ കേട്ടോ. അത് കളഞ്ഞു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത് തരാം. ഇതിനകത്ത് തന്നെ ഇതാ ഒരു റബ്ബറും ഒരു കട്ടറും ഉണ്ട്. രണ്ടിനകത്ത് ഇടാം. കട്ടറിൽ വെട്ടിക്കൂടെ കൊടുക്കാം. അമ്മ അത് പെൻസിൽ വെട്ടിയാണ് തരുന്നത് കേട്ടോ. സ്ലേറ്റ് ഇപ്പം അങ്ങനെ നശിപ്പിക്കാതെ വെക്കുമോ? കഷ്ടം. ഇത്രയാണ് വെച്ചേക്കുന്നത്. പിന്നെ ചോക്കിലാണ് എഴുതുന്നതെങ്കിൽ 2 ചോക്കും കൂടെ വെച്ചേക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ നന്ദപ്പന് സ്നാക്സ് വെക്കാൻ പോവാണ് കേട്ടോ. അംഗൻവാടിയിൽ സ്നാക്സും വെള്ളവും മാത്രം കൊണ്ടുപോയാൽ മതി. കാര്യം അവിടെ തന്നെ കഞ്ഞിയും പിന്നെ ഇവിടെ ചിപ്സ് ഇട്ടെ കഞ്ഞിയും പിന്നെ ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ മതി. എന്താ 2 പീസ് കേക്കും പറ്റുന്നില്ലടാ, കുഞ്ഞു പാത്രമായി പോകുന്നത്. എന്തിനാ? ഇയാള് കുഞ്ഞല്ലേ, ചിപ്സ് ഇത്രയും മതിയോ? മതി മതി, ഇങ്ങനെ വെച്ചത് അധികം വേണ്ട, ഇയാൾ കഴിക്കില്ല. ഇപ്പം ഇന്നത്തെ സ്നാക്സ്. വെള്ളം കൂടെ അമ്മ ചൂടാക്കി വെക്കട്ടെ. പോകാൻ വേണ്ടിയിട്ട് ഇതാ ഉടുപ്പൊക്കെ ഇട്ട് കേട്ടോ. പോകുന്നതിന് മുന്നേ കുഞ്ഞുങ്ങളെയൊക്കെ കടത്തി ഉറക്കുവാണ് ദിവസം. കയറി നിൽക്ക്. കുഞ്ഞിപ്പാറുവിനെ ഒരുക്കാനായിട്ട് പോവുക കേട്ടോ. മാലയോ? നമ്മള് അംഗൻവാടിയിലും സ്കൂളിലൊക്കെ പോകുമ്പോഴേ ഗോൾഡ് ഇടാൻ പാടില്ല.
ഇടാൻ പാടില്ല, ടീച്ചർ പറയും ഗോൾഡ് ഇട്ട് കൊടുക്കല്ലേ എന്ന്. വളയല്ലേ? അയ്യോ, നന്ദുട്ടന് ഇത് കുഞ്ഞിലേ ഉള്ള വളയാണ് കേട്ടോ. അപ്പം ഇവളെ ഊരാൻ നല്ല പാടാം, ദൂരാൻ പറ്റത്തില്ല ഇതിട്ടിരുന്നു. ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞോളാം കേട്ടോ. ടീച്ചർ പറയും ഗോൾഡ് ഇടാൻ പാടില്ല എന്ന്. അങ്കമാടിയിലേ ആരും ഗോൾഡ് ഇട്ടുകൊണ്ട് വരത്തില്ല കേട്ടോ. മോതിരം ഒന്നും ഇടത്തില്ല. വേണ്ട വേണ്ട. സുന്ദരിയായല്ലോ, സുന്ദരിയായോ? പെട്ടെന്ന് കഴിക്കും. ബോട്ടിലൊക്കെ നിറച്ച് പോവാം. ബാഗിൽ വെക്കട്ടെ, ബോട്ടിൽ വെക്കട്ടെ. റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ നന്ദൂസേ. അങ്ങനെ നമ്മൾ പോവാൻ പോവുകയാണ് കേട്ടാ. നന്ദൂട്ടൻ്റെ അങ്കൻവാടി. സോപ്പ് ഇവിടെ. ന്യൂ അഡ്മിഷനേ? ന്യൂ അല്ല, ഓൾഡാ. 2-3 വർഷത്തെ ഓൾഡാ. ടാറ്റാ. ചെരുപ്പൂരി ഇട്ടിട്ടാ മോനെ, ചെരുപ്പൂരി. ടാറ്റാ, ബൈ. നമ്മൾ പോട്ടെ? ഇമ്പ്രൂവ്മെന്റ് ഇല്ലേ ടീച്ചറെ? പോട്ടെ, എന്നോട് വെക്കോളാൻ. അതെ, ഇപ്പൊ വെക്കോളാൻ പറഞ്ഞു. നന്ദു, ഈ സ്പൈഡർമാൻ അറിയാമോ? ഈ സ്പൈഡർമാൻ അറിയാമോ? അവ ടീച്ചർ ശരി, പോവാ. ടാറ്റാ, ബൈ ബൈ. എന്തപ്പൻ പോയി. അവൾക്ക് വേറെ കുഴപ്പമില്ല, അവൾ ഹാപ്പി ആയിട്ട് ചെന്നിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല ഹാപ്പി ആയിട്ട് പോയിരിക്കുമെന്ന്. അപ്പം ഇനിയാണ് ജോലിയെല്ലാം ചെയ്യാനായിട്ട്. ജോലിയെല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ട് ഒരു 3:30 ആകുമ്പോൾ ചെന്ന് വിളിക്കാമെന്ന് വിചാരിക്കുന്നു. പോകുമ്പം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ നന്ദൂട്ടനെ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇനി എന്താണെന്നറിയാം. കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഹാപ്പി ആയിരുന്നോ? ഇഷ്ടപ്പെട്ടോ? പോവാം. ഇത്രയ്ക്ക് സന്തോഷമായിരുന്നു. ചെരുപ്പൊന്നും വേണ്ടേ? നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊന്നും അമ്മ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. ഇത്രയ്ക്ക് സന്തോഷമായിരുന്നു. ഫ്രണ്ട്സ് ആമോ? വീട്ടിൽ പോവാം. ഹാപ്പി ആയിരുന്നു നന്ദൂട്ടാ. ബാഗ് തൂക്ക്. അംഗൻവാടി പോയി പഠിച്ച് മിടുക്കിയായി അല്ലേ നന്ദു? അങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വന്നേ. അങ്ങോട്ടേ പറഞ്ഞായിരുന്നു അമ്മ അംഗൻവാടി പോയി പഠിച്ച് എനിക്ക് ഐസ്ക്രീം മേടിച്ച് തരണേന്ന്. അങ്ങനെ ഐസ്ക്രീം മേടിക്കാൻ പോവാട്ടോ. ഐസ്ക്രീം എടുക്കാൻ പോവാ. കള്ളിപ്പാർ കള്ളിപ്പാറത് ഐസ്ക്രീം കുടിക്കുവാണേ. ഇഷ്ടായോടാ അംഗൻവാടിയൊക്കെ? നാളെയും പോവോ? ഹാപ്പിയാണോ? ഭയങ്കര ഹാപ്പിയാണോ? നോക്കട്ടെ. അമ്മയെ എവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് എൻ്റെ കുഞ്ഞ് കരയോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പം എൻ്റെ കുഞ്ഞ് വലിയതായല്ലേ, മിടിക്കായല്ലേ നന്ദു? കട്ടിലാക്കല്ലേ. ഹോംവർക്ക് ഉണ്ടോ? എഴുതാം. വൈകിട്ട് കുളിച്ചിട്ട് ഹോംവർക്ക് എഴുതണം കേട്ടോ. നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല. നന്ദൂട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇനി മുതൽ നന്ദൂസിനെ വിടാൻ പോവാണ് അംഗൻവാടിയിൽ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതെ എല്ലാവർക്കും ബൈ.